വി.ഡി. സതീശനെതിരെ കെ.പി.സി.സി ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് കെ.എസ്.യുവിനെ തള്ളിപ്പറയാൻ ഒരു കോൺഗ്രസ് നേതാവിനും കഴിയില്ല. മുഖ്യമന്ത്രി കെ.എസ്.യു നേതാക്കളെ വൈകാതെ കാണുമെന്നാണ് താൻ കരുതുന്നതെന്നും ദീപ്തി മേരി വർഗീസ് പറഞ്ഞു. കേരളത്തിലെ മുഖ്യമന്ത്രി മുതലുള്ള ഇങ്ങോട്ടുള്ള എല്ലാ നേതാക്കന്മാരും കേരള വിദ്യാർത്ഥി യൂണിയനിലൂടെ വന്നവരാണ്. ചുരുക്കം 1-2 പേരൊഴിച്ച് ബാക്കി എല്ലാവരും കെ.എസ്.യു എന്ന മഹാപ്രസ്ഥാനത്തോട് കമ്മിറ്റ്മെൻറ്റുള്ള അല്ലെങ്കിൽ കെ.എസ്.യുയിലൂടെ വന്നവരാണ്. സമര പോരാട്ടങ്ങൾ നടത്തി കേരള വിദ്യാർത്ഥി യൂണിയനിലൂടെ പ്രവർത്തിച്ച് ജയിൽവാസം അനുഭവിച്ച് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ശക്തമായ സമരങ്ങളൊക്കെ നടത്തി വന്ന ഒരു നേതാവിനും കേരള വിദ്യാർത്ഥി യൂണിയനെതിരെ പറയാൻ കഴിയില്ല. അങ്ങനെ പറയുമെന്ന് ഞാൻ കരുതുന്നുമില്ല. അദ്ദേഹം കെ.എസ്.യു പ്രസിഡന്റിനെ കാണാത്തതിൻ്റെ കാരണം അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ. അതിനെന്തെങ്കിലും ചിലപ്പോൾ അസൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. വരും ദിവസങ്ങളിൽ അദ്ദേഹം കാണുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളെപ്പോലുള്ളവരൊക്കെ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അർച്ചന കൂടി ചേരുകയാണ്. അർച്ചന, ഈ പ്ലീഡർ നിയമനത്തിൽ കെ.എസ്.യുവിന് എന്താണ് കാര്യമെന്ന മുഖ്യമന്ത്രിയുടെ ചോദ്യം, അതിലാണ് ഇപ്പോൾ എന്തായാലും കോൺഗ്രസിൽ നിന്ന് തന്നെ അതൃപ്തി പരസ്യമാക്കി പല നേതാക്കളും രംഗത്തെത്തുന്നത്. ഇന്നലെ അടക്കം പല കോൺഗ്രസ് നേതാക്കളും മുഖ്യമന്ത്രിയുടെ ആ നിലപാടിനെ തള്ളിയിരുന്നു. ഇതായപ്പോൾ കെ.പി.സി.സി ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസും മുഖ്യമന്ത്രിക്കെതിരെ രംഗത്തെത്തുകയാണ്. എന്താണ് ദീപ്തി പറഞ്ഞത്? പക്ഷേ ഈ പ്ലീഡർ നിയമനത്തെ ചൊല്ലിയാണ് കോൺഗ്രസ് ഒരു തർക്കം ആരംഭിച്ചത്. ഇപ്പോൾ നേതാക്കൾ തമ്മിൽ ഇതിൽ ഒരു ഭിന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉടലെടുക്കുന്നതാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ഈ വി.ഡി. സതീശനെ അനുകൂലിച്ചും എതിർത്തുമെല്ലാം നേതാക്കൾ രംഗത്തെത്തുകയാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായും ദീപ്തി മേരി വർഗീസ് കെ.പി.സി.സിയുടെ ജനറൽ സെക്രട്ടറിയാണ്. അവർ വി.ഡി. സതീശനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ആളുകളെ കാണാൻ കൂട്ടാക്കാത്തത്, അതായത് കെ.എസ്.യുവിനെ കാണാൻ കൂട്ടാക്കാത്തതെന്ന് അറിയില്ല. അത് അദ്ദേഹത്തിനോട് പോയി ചോദിക്കണം. മാത്രമല്ല കെ.എസ്.യുവിനെ ആർക്കും തള്ളിപ്പറയാൻ കഴിയില്ല. തങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും കെ.എസ്.യുവിലൂടെയാണ് രംഗത്ത് വന്നത്. അങ്ങനെ ഒരു പ്രസ്ഥാനത്തെ തള്ളിപ്പറയാനാകില്ല എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ദീപ്തി മേരി വർഗീസ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം മുഖ്യമന്ത്രി ഉത്തരവാദിത്വം പാലിക്കണമെന്ന് മാത്യു പുൽനാടൻ എം.എൽ.എയും ആവശ്യപ്പെടുകയുണ്ടായി. ഇങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാം തന്നെ ഇത്തരത്തിൽ വി.ഡി. സതീശനെ എതിർത്തും വിയോജിപ്പ് അറിയിച്ചും എല്ലാം തന്നെ ആളുകൾ രംഗത്തെത്തുന്ന നമ്മൾ കാണുന്നത്. ഒപ്പം RSS നേതാവ് അഡ്വക്കേറ്റ് T.S. ശരത്തിനെ സർക്കാരിന്റെ പ്ലീഡറാക്കി നിയമിച്ച വിവാദം കോൺഗ്രസിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾക്ക് തിരികൊളുത്തുകയും ചെയ്യുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായി ഇപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെ രംഗത്തെത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ മുഖ്യമന്ത്രി ഉത്തരവാദിത്തം പാലിക്കണമെന്നൊരു ആവശ്യം തന്നെയാണ് മാത്യു പുൽനാടൻ ആവശ്യപ്പെടുന്നത്. ഒപ്പം A.P. അനിൽകുമാർ മുഖ്യമന്ത്രിയെ പിന്തുണച്ചാണ് രംഗത്തെത്തിയത്. വിമർശനങ്ങൾക്ക് പരിധിയുണ്ടെന്ന് അദ്ദേഹം നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകി. ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ പരിധി ലംഘിക്കരുത് എന്നതാണ് അദ്ദേഹം ഈ കെ.എസ്.യു നേതാക്കൾക്ക് താക്കീതായി നൽകിയിരിക്കുന്നത്. ഇങ്ങനെ ആളുകൾ എതിർത്തും ഒപ്പം അനുകൂലിച്ചും എല്ലാം തന്നെ രംഗത്തെത്തുന്നതാണ് കാണുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു പൊട്ടിത്തെറി നേരത്തെ ഉണ്ടാവുകയും ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്കകത്ത് തന്നെ വലിയ ഭിന്നാഭിപ്രായം രൂപപ്പെടുന്നതുമാണ് നമ്മൾ കാണുകയും ചെയ്യുന്നത്. പക്ഷേ അർച്ചന, തനിക്ക് എതിർസ്വരങ്ങൾ ഉണ്ടാവില്ല എന്ന മുഖ്യമന്ത്രിയുടെ ആ ഒരു കോൺഫിഡൻസ് ആണ് തുടക്കം മുതലേ കാണാൻ സാധിച്ചത്. അതിനുകൂടി ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ പല നേതാക്കളും അദ്ദേഹത്തെ പിന്തുണച്ചുവെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കളടക്കം മുഖ്യമന്ത്രിയുടെ ആ ഒരു നിലപാടിനെ തള്ളി രംഗത്തെത്തുന്നതല്ലേ? കോൺഗ്രസ് നേതാക്കൾക്കുള്ളിൽ വലിയ രീതിയിലുള്ള വിയോജിപ്പുകളും വിമർശനങ്ങളും ഒക്കെ ഉയർന്നതാണ്. അതിപ്പോൾ പല വിഷയങ്ങൾ വരുമ്പോൾ അത് പുറത്തു വരുന്നതാണ് നമ്മൾ കാണുന്നത്. അതിൽ നേരത്തെ തന്നെ പല രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഒപ്പം എതിർസ്വരങ്ങളും ഒക്കെ വന്നതാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കെ.എസ്.യു നേതാക്കളെ തള്ളിപ്പറഞ്ഞതോടുകൂടിയാണ് ഇത്തരമൊരു വിഷയത്തിലേക്ക് ഭിന്നാഭിപ്രായങ്ങളുമായി നേതാക്കൾ തന്നെ രംഗത്തെത്തുന്നത്. കോൺഗ്രസ് വക്താക്കളായ ജിൻഡോ ജോണൊപ്പം PR അനൂപ് തുടങ്ങിയവരൊക്കെ തന്നെ മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ പരസ്യമായി രംഗത്തെത്തിയിരുന്നു. പട്ടാഭിഷേകം കഴിഞ്ഞാൽ വാഗ്ദാനങ്ങൾ മറക്കുന്നത് രാജശീലമാണെന്നായിരുന്നു സതീശനെതിരെ ജിൻഡോയുടെ ഒളിയമ്പ്. മാത്രമല്ല വന്ന വഴികളും കൈപിടിച്ച മനുഷ്യരും ചേർക്ക് വെറും ചവിട്ടുപടികൾ മാത്രമാണെന്നും ജിൻഡോ ഫേസ്ബുക്കിലൂടെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വി.ഡി. സതീശന് ഇപ്പോൾ നേരിട്ട് ബന്ധപ്പെടാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്കൊന്നും തന്നെ അദ്ദേഹത്തെ കാണാനോ അദ്ദേഹം കേൾക്കാനോ അനുമതി കൊടുക്കുന്നില്ല എന്നത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് പാർട്ടിക്കകത്ത് കോൺഗ്രസിനകത്ത് തന്നെ വഴിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ പാർട്ടി വേറൊരു വഴിക്ക് നേതാക്കൾ മറ്റൊരു വഴിക്ക് എന്ന രീതിയിലാണ് പോകുന്നത് അടക്കമുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നിൽക്കുകയാണ്. അതിനിടെയാണ് ഇപ്പോൾ ഭിന്നാഭിപ്രായമായ ആളുകൾ രംഗത്തെത്തുകയും ചെയ്യുന്നത്. എന്തായാലും ദീപ്തി മേരി വർഗീസ് ഉൾപ്പെടെയുള്ള ആളുകളാണ്, കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇതിൽ രംഗത്തെത്തുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നേരത്തെ മാത്യു പുൽനാടൻ M.L.A അടക്കം ഇത്തരത്തിൽ വന്ന വഴികൾ മറക്കരുതെന്ന രീതിയിലുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് നടത്തുകയും ചെയ്യുന്നത്.